പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ അതിഥി സംഗീതജ്ഞയും സംഗീത അധ്യാപികയുമായ ഡോക്ടർ കെ ഓമനക്കുട്ടിയാണ്. ഡോക്ടർ കെ ഓമനക്കുട്ടിയുമായി സംസാരിക്കുന്നത് എം വി ശശികുമാർ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ വിശിഷ്ടാതിഥിയായി എത്തിയിരിക്കുന്നത് സംഗീത ദേവത തലമുറകളായി അനുഗ്രഹിച്ച ഒരു കുടുംബ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയാണ്. സംഗീതജ്ഞ മാത്രമല്ല, സംഗീത അധ്യാപികയും നിരവധി സംഗീത പ്രേമികൾക്കുള്ള വഴികാട്ടിയുമാണ് ഈ മഹൽ വ്യക്തി. സ്നേഹാദരങ്ങളോടെ മറ്റാരുമല്ല, ഓമനക്കുട്ടി ടീച്ചറെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. എങ്ങനെയായിരുന്നു താങ്കളുടെ സംഗീത ജീവിതത്തിൻ്റെ തുടക്കം? കാരണം വീട്ടിൽ സംഗീതം അലതല്ലുന്നൊരു അന്തരീക്ഷം. എങ്ങനെയായിരുന്നു? ഹരിപ്പാടായിരുന്നല്ലോ തുടക്കം. ഹരിപ്പാടായിരുന്നു. അമ്മയും അച്ഛനും പാട്ടുകാരായിരുന്നു. മലബാർ ഗോപാലൻ നായർ അച്ഛൻ, അമ്മ കമലാക്ഷിയമ്മ. രണ്ടുപേരും സംഗീതജ്ഞരായിരുന്നു. അച്ഛൻ പഴയ സംഗീത നാടക സ്റ്റേജിലെ ഒരു മുടിച്ചൂടാ മന്നൻ എന്ന് തന്നെ പറയാം സംഗീതത്തിൽ. അമ്മയാണെങ്കിൽ മ്യൂസിക് അക്കാഡമിയിലെ ആദ്യത്തെ ബാച്ചിലെ സ്റ്റുഡൻ്റാണ്. എൻ്റെ ജ്യേഷ്ഠൻ എം ജി രാധാകൃഷ്ണൻ, അദ്ദേഹം ഇവിടെ ഓൾ ഇന്ത്യ റേഡിയോയിലായിരുന്നല്ലോ വർക്ക് ചെയ്തിരുന്നത്. എൻ്റെ മകൾ കമലാലക്ഷ്മി, മരുമകൻ ഇവിടെ പ്രിൻസിപ്പലായിരുന്നു അക്കാഡമിയിലെ. ആർട്ടിസ്റ്റുമായിരുന്നു. പിന്നെ ആലപ്പുഴ ശ്രീകുമാർ. അതെ, ആലപ്പുഴ ശ്രീകുമാർ. മകളുടെ മകൻ കെ എസ് ഹരിശങ്കർ. ഇങ്ങനെ തലമുറകളായിട്ട് സംഗീതം കൈകാര്യം ചെയ്യുന്ന ഒരു ഫാമിലിയാണ് ഞങ്ങളുടെ. ഹരിപ്പാട്ടെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അവിടെ മ്യൂസിക് അല്ലാതെ മറ്റൊന്നിനെപ്പറ്റിയും ഒരു ചർച്ചയില്ലായിരുന്നു. അച്ഛന് ഒരു വലിയ ഗുരുസ്ഥാനമായിരുന്നുകൊണ്ട് എല്ലാവരും അവിടെ ഹരിപ്പാട്ട് വരുന്ന ഏതൊരു പാട്ടുകാരനും കലാകാരനും അച്ഛനെ വന്ന് കാണാതിരിക്കില്ല. അപ്പം അവരുമായിട്ടുള്ള സംസാരമൊക്കെ കേട്ടാണ് ഞാനും ചേട്ടനുമൊക്കെ വളരുന്നത്. അതുകൊണ്ട് സംഗീതമയമായ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് വളർന്നത്, ഇന്നും ജീവിക്കുന്നത്. എങ്ങനെയാണ് തിരുവനന്തപുരത്ത് എത്തിയത്? തുടർ പഠനത്തിന് വേണ്ടിയിട്ടായിരുന്നു? പഠനത്തിന് വേണ്ടി. അന്ന് ചേട്ടൻ അക്കാഡമി പഠിക്കുകയാണ്. മ്യൂസിക് അക്കാഡമിയിൽ ശമൻകുടി സാറിൻ്റെ ശിഷ്യനായിട്ട് പഠിച്ചു കയറിയായിരുന്നു. അമ്മയ്ക്ക് എന്നെ ഹോസ്റ്റലിൽ വിടാനൊന്നും താല്പര്യമില്ലായിരുന്നു. അമ്മയ്ക്കും അച്ഛനും ഒരു പെൺകുട്ടിയേ ഉള്ളൂ, ഞാൻ. അതുകൊണ്ട് അവർക്ക് എന്നെ ഹോസ്റ്റലിൽ താമസിപ്പിക്കുന്ന അത്ര ഇഷ്ടമായിരുന്നില്ല. അമ്മ മ്യൂസിക് ടീച്ചറായിരുന്നു. അമ്മ ഇവിടെ കരമന സ്കൂളിലേക്ക് മാറ്റം വാങ്ങിച്ചിട്ട് ഞങ്ങളെല്ലാം ഫാമിലി സഹിതം ഞങ്ങളുടെ എല്ലാ പ്രോപ്പർട്ടീസും വിട്ടെറിഞ്ഞിട്ടാണ് തിരുവനന്തപുരത്തേക്ക് വന്നത്. അക്കാഡമിയുടെ അടുത്ത് ഒരു കൊച്ചു വീട് വാടകയ്ക്കെടുത്ത് ഞങ്ങൾ താമസിച്ചിരുന്നു. ഞാൻ പ്രീ ഡിഗ്രിക്ക് വിമൻസ് കോളേജിൽ ചേരുകയും ചെയ്തു. ആ കാലത്താണോ ആകാശവാണിയിൽ പാടാൻ വരാൻ തുടങ്ങിയത്? അതെ, എനിക്ക് 16 വയസ്സുള്ളപ്പോൾ മുതൽ ഞാൻ ആകാശവാണിയിൽ പാടി തുടങ്ങി. ഇന്നിപ്പോൾ 80 വയസ്സ് കഴിഞ്ഞ മാസം തികഞ്ഞു. ഞാൻ ഏതാണ്ട് 64 വർഷമായിട്ട് ആകാശവാണിയുടെ ഗ്രേഡഡ് ആർട്ടിസ്റ്റാണ് ഇവിടെ തന്നെ. അപ്പോൾ ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഓൾ ഇന്ത്യ റേഡിയോ എൻ്റെ ഒരു തറവാട് പോലെയാണ് എനിക്ക് തോന്നാറുള്ളത്. വളരെ സന്തോഷം. ഒരുപക്ഷെ തുടർ പഠനം ശരിക്കും കോളേജിൽ BSc സുവോളജിയാണ് പഠിച്ചതല്ലേ? ഞാൻ സുവോളജിയായിരുന്നു. അച്ഛന് ഒരു തോന്നലുണ്ടായി. അക്കാലത്ത് അച്ഛനൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ചവിട്ടാർമോണിയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാരമുള്ള ഇതെല്ലാം തൂക്കിയെടുത്തുകൊണ്ട് വേണം നാടകത്തിനൊക്കെ പോകാൻ. അപ്പം മക്കളതുപോലെ കഷ്ടപ്പെടണ്ട എന്ന് വിചാരിച്ച് ചേട്ടനെ ഏതായാലും ഇങ്ങനെ അക്കാഡമിയിലാക്കി. എന്നെ ഒരു ഡോക്ടറാക്കണം എന്നുള്ളതായിരുന്നു അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ആഗ്രഹം. പക്ഷേ അങ്ങനെ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചു. എന്തായാലും അതിൽ നിന്ന് ഞാൻ ഒരു പാഠം പഠിച്ചത്, അവനവന് പറ്റുന്ന അവനവന് അഭിരുചിയുള്ള ഒരു ശാഖയിലേക്ക് വേണം ഏത് കുട്ടിയെയും പേരൻസ് അയക്കേണ്ടത്, അല്ലെങ്കിൽ കുട്ടി പോകേണ്ടത്. എനിക്കിപ്പോൾ മെഡിസിൻ ഡോക്ടർ ആകുമായിരുന്നെങ്കിൽ എനിക്ക് ആലോചിക്കാൻ കൂടെ പറ്റുകയില്ല. സംഗീതത്തിലേക്ക് പോകുന്ന ഞാൻ BSc കഴിഞ്ഞിട്ട് പിന്നെ അക്കാഡമിയിൽ ശമൻകുടി സാറിൻ്റെയും പിന്നെ ജീൻ ബാലസുബ്രഹ്മണ്യത്തിൻ്റെയൊക്കെ കീഴിൽ ഞാൻ ഗാനപ്രവീണ ചെയ്തു. അന്ന് ഗാനപ്രവീണയും ഒരു ഗ്രാജുവേഷനും കൂടെ ഉണ്ടെങ്കിൽ കോളേജിൽ ലെക്ചറായിട്ട് കിട്ടാം. അങ്ങനെയാണ് അവിടെ കിട്ടിയത്. ആദ്യം ഞാൻ ഇവിടെയാണ് വന്നത്, എൻ്റെ തറവാട്ടിലേക്കാണ് വന്നത്. 3 മാസം ഇവിടെ അനൗൺസറായിട്ട് നോക്കി. അത് കഴിഞ്ഞ് അച്ഛനും അമ്മയും പറഞ്ഞു, ഒരു ദിവസമാണേലും അവിടെ എൻ്റെ ഹസ്ബൻഡ് ഇവിടുത്തെ
എഞ്ചിനീയറായിരുന്നു. ഗോപിനാഥൻ നായർ. അദ്ദേഹം പറഞ്ഞു, ഒറ്റ ദിവസം പണിയെടുക്കുകയാണെങ്കിലും കോളേജിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവരുടെ നിർബന്ധത്തിന് വഴങ്ങി. എനിക്കിഷ്ടമില്ലായിരുന്നു ഇവിടുന്ന് പോകാൻ. അങ്ങനെയാണ് ഞാൻ ഇവിടുന്ന് പോയി കോളേജിൽ ജോയിൻ ചെയ്യുന്നത്. നമ്മുടെ ആകാശവാണിയിൽ അനൗൺസറായിട്ട് കുറച്ച് ദിവസമെങ്കിലും ജോലി ചെയ്തല്ലോ. ആ കാലത്തെ ഓർമ്മിച്ചുകൊണ്ട് ഒരു പാട്ട്, കാരണം പാട്ടൊക്കെ ആയിട്ട് വളരെ ബന്ധമുണ്ടാകുന്ന ഒരു കാലം കൂടിയാണല്ലോ. ആദ്യകാലത്ത് ലളിതഗാനം പാടുകയും ചെയ്തിരുന്നു അല്ലേ? ഇപ്പം ലളിതഗാനം എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. എന്തായാലും ചലച്ചിത്ര ഗാനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അച്ഛന് ഞാൻ ക്ലാസിക്കൽ സിംഗർ ആകണമെന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ടാണ് ദേവരാജ മാസ്റ്ററൊക്കെ വന്ന് എന്നെ വിളിച്ചിട്ടുണ്ട് പാടാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട്. പിന്നെ ഹരിപ്പാട്ട് വരുമ്പോൾ എൻ്റെ തമ്പുരു വെച്ചാണ് സാറ് കമ്പി മാറ്റിയിട്ട് അവിടെ കച്ചേരിക്കൊക്കെ പോകാറുള്ളത്. അപ്പം എന്നെ കൊണ്ട് പാടിക്കും. അവിടെ പാടിക്കുമ്പോൾ ഹാർമോണിയത്തിൻ്റെ അങ്ങേ അറ്റത്തുള്ള ശ്രുതി വരെ ഞാൻ അക്കാലത്ത് പാടുമായിരുന്നു. ഇപ്പം അതൊന്നും ഓർക്കാൻ പോലും പറ്റില്ല. അന്ന് സാറ് പറയായിരുന്നു, ഇത് ഫിലിമിലേക്ക് വിട്ടാൽ നന്നായിട്ട് ശോഭിക്കും എന്നൊക്കെ. അച്ഛൻ പറഞ്ഞ അതിന് താല്പര്യമില്ല, ഒരാൾ ക്ലാസിക്കൽ സിംഗർ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞു. ഇന്നത്തെ ആദ്യത്തെ ഇഷ്ടഗാനം ഏതാണ് താങ്കളുടെ? ആദ്യത്തെ ഇഷ്ടഗാനം എൻ്റെ ചേട്ടനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം. എനിക്ക് ചേട്ടൻ്റെ ആ ജ്ഞാനവും പാട്ടും ഒക്കെ വളരെ ഇഷ്ടമാണ്. കാരണം ക്ലാസിക്കലും ലൈറ്റും ഒരേപോലെ കൈകാര്യം ചെയ്ത ഒരു വ്യക്തി തന്നെയായിരുന്നു. ആദ്യകാലത്ത് കച്ചേരി തന്നെയായിരുന്നു. ദിവസം 3 കച്ചേരി വരെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. പിന്നെയാണ് ഇവിടെ ലൈറ്റ് മ്യൂസിക് കമ്പോസറായതും പിന്നെ സിനിമയിലേക്ക് പോയതും. എന്നുവെച്ച് ക്ലാസിക്കൽ സിംഗർ ആയിരുന്നെങ്കിലും ലൈറ്റ് മ്യൂസിക് പാടുമ്പോൾ ലൈറ്റിൻ്റെ അതിർത്തി വിട്ട് ചേട്ടൻ പോയിരുന്നില്ല. അതൊരു വലിയ ഇതാണ്. അതുകൊണ്ട് ചേട്ടൻ്റെ പാട്ട് തന്നെയാട്ടെ ആദ്യം. ചേട്ടന് സിനിമയിൽ പാടിയിട്ടുണ്ടല്ലോ, ഉത്തിഷ്ഠത ജാഗ്രത, അത് നമ്മുടെ ഒരു പെട്രിയോട്ടിക്കും കൂടെയാണ്. അത് തന്നെയല്ല, വയലാർ ദേവരാജൻ ടീമിൻ്റെ ഇതാണ്. അതാകട്ടെ, നമുക്ക് ആ പാട്ടോടെ തുടങ്ങാം. സിന്ധു ഗംഗാ നദീ തീരം വളർത്തിയ ഗന്ധർവഗായികേ പാടുക നീ പുരുഷാന്തരത്തിലെ ഭാവോജ്വലങ്ങളാം സൂര്യഗായത്രികൾ. നമ്മളപ്പോൾ പറഞ്ഞു വന്നിരുന്ന കോളേജിൽ ചേർന്നു. പിന്നെ എങ്ങനെയായിരുന്നു തുടർ പഠനം? ടീച്ചർ PhD എടുക്കുക വരെ ചെയ്തല്ലോ. അതാണ് ഈ തലയിലെഴുത്തെന്ന് പറഞ്ഞൊന്നുണ്ട്. ഒരിക്കൽ ഈ പഴവങ്ങാടി അവിടെ ഈ തനിനിറം കൃഷ്ണൻ നായർ ഒരു തിയേറ്റർ അവിടെ ഇട്ടിരുന്നു. ദിവസവും നാടകം, ഓരോ നാടകം. അന്ന് ചെമ്മൻകുടി സാറും അതിവിടെ അക്കാഡമിയിലുള്ള എല്ലാ ടീച്ചേഴ്സും ഉണ്ടായിരുന്നു. അന്നത്തെ പ്രഗത്ഭരായ ടീച്ചേഴ്സാണ് ഉണ്ടായിരുന്നത്. അന്ന് പ്രാർത്ഥന പാടാൻ എന്നെയാണ് നിയോഗിച്ചത്. അപ്പോൾ തിരുവനന്തപുരത്ത് വന്നപ്പോൾ മുതൽ ഞാൻ പ്രാർത്ഥനാഗീതം പാടിയിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയെല്ലാം ആദ്യം പ്രാർത്ഥന പാടിയത് ഞാൻ തന്നെയാണ്. യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ അസംബ്ലി, പുതിയ അസംബ്ലി, അവിടെ ടാഗോർ സെമിനറി ഹാൾ, ഇങ്ങനെ നിരവധി. അതിന് കാരണക്കാരി പൊന്നമ്മ താണുപിള്ളയാണ്, പട്ടം താണുപിള്ളയുടെ ഭാര്യ. ആ അമ്മയും എൻ്റെ അമ്മയും ഒരേ സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഹരിപ്പാട്ട് സ്കൂളിൽ ആ അമ്മ വന്ന് വർക്ക് ചെയ്തിട്ടുണ്ട് അഡ്മിനിസ്ട്രേറ്റീവായിട്ട്. മാവേലിക്കര, എൻ്റെ അമ്മയും മാവേലിക്കര ഹൈസ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്നേഹം പ്രമാണിച്ച് എപ്പോഴും ഇവിടെ എന്തെങ്കിലും വന്നാൽ എന്നെ വിളിച്ചു. അന്ന് ഞാനപ്പോഴത്തെ പിഴുന്നെന്ന് പറഞ്ഞൊരു പാട്ടൊക്കെയാണ്. ആ പാട്ട് പാടിക്കോ, ഒന്നും വേണ്ട. ഒരു സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. പട്ടം താണുപിള്ള അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പം ഈ അമ്മ എന്നെ വിളിച്ചോണ്ട് ചെല്ലും ക്ലിഫ് ഹൗസിൽ ചെന്നിട്ട് അദ്ദേഹത്തിനോട് പറയും, ആ ഫയലൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചേ, ഈ കൊച്ചിൻ്റെ പാട്ടൊന്ന് കേട്ട്. കുറേ നേരം ഒന്ന് കേട്ടേന്ന്. ഞാനപ്പോഴത്തെ പിഴുന്ത് പാടി. കോളേജ് പഠിക്കുന്ന കാലമാണോ? കോളേജ് പ്രീ ഡിഗ്രിക്കും ഫസ്റ്റ് ഇയറിലും BScക്കും ഒക്കെ പഠിക്കുന്ന. മിക്കവാറും വരും അമ്മ കാറ് കൊണ്ടുവരും, എന്നെ കയറ്റിക്കൊണ്ട് പോകും. ഇങ്ങനെ ഞാൻ പാടിക്കൊണ്ട് നടക്കും. എല്ലാ വലിയ സ്ഥാപനങ്ങളുടെയും പ്രാർത്ഥന എൻ്റെ പ്രാർത്ഥനയോടുകൂടിയാണ് തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് എനിക്കൊരു പേര്, ചെറിയ പേരൊക്കെ ഇവിടെ ഈ തിരുവനന്തപുരത്ത് ഉണ്ടായി. ആ കുട്ടി നന്നായിട്ട് പാടും. അതുപോലെ തന്നെ മിസ്സസ് നായർ എന്ന് പറഞ്ഞ് അവരെ ഇവിടെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ഥാപകയായിരുന്നു. അപ്പോൾ ഈ 2 അമ്മമാരാണ് എന്നെ
ഒരു പാട്ടുകാരിയാക്കിയത് തിരുവനന്തപുരത്ത്. അവരെ നന്ദിപൂർവ്വം എനിക്ക് സ്മരിക്കാതിരിക്കാൻ പറ്റില്ല. ഈ തുടർ പഠനത്തിന് നിർദ്ദേശിച്ചത് ഞാൻ പറഞ്ഞല്ലോ, ചെമ്മൻകുടി സാറ് ഈ തനിനിറം കൃഷ്ണൻ നായരുടെ അവിടെ ഒരു പ്രോഗ്രാമിന് അവാർഡ് നൈറ്റിനോ മറ്റോ വന്നു. അപ്പം ഞാനാണ് പ്രെയർ പാടിയത്. പ്രെയർ പാടിയപ്പം അന്വേഷിച്ചു ഇതാരുടെ മകളാണ്, ഏത് കുട്ടിയാണ് എന്ന്. അന്ന് ഗാനപ്രവീണ തുടങ്ങിയിരിക്കുന്ന കാരണം. അദ്ദേഹമാണെങ്കിൽ നല്ലോണം പാടുന്നവരെ ഇങ്ങനെ തിരക്കിക്കൊണ്ട് നടക്കുകയാണ് കുട്ടികളെ. അപ്പോൾ ഗാനഭൂഷണം കഴിഞ്ഞ് വേണം, 4 വർഷം കഴിഞ്ഞ് വേണം ഗാനപ്രവീണയ്ക്ക് ചേർക്കാൻ. ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ മലബാറിൻ്റെ മകളാണ്. ഓ, കമലാക്ഷിയുടെ മകളോ, പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അമ്മേ, ഒന്ന് വരാൻ പറയണം അച്ഛൻ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ചെന്നപ്പോൾ പറഞ്ഞത്, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം ഈ കുട്ടിയെ? അപ്പോൾ അച്ഛൻ പഴയ പല്ലവി, ഡോക്ടറാക്കണം എന്നുള്ളതാണ്. BSc പഠിക്കുകയാണ്. അതിനുവേണ്ടി BSc പഠിക്കാനാക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, അതാണ് എൻ്റെ തലയിലെടുത്ത് മാറ്റി മറിച്ചത്. കുട്ടികളെ അവരവർക്ക് അഭിരുചിയുള്ള ഒരു ഇതിലേ ചേർക്കാവൂ പേരൻസ്, അല്ലെങ്കിൽ അവരുടെ ജീവിതം തന്നെ പാഴായി പോകും. ആ കുട്ടിക്ക് നല്ല ജ്ഞാനമുണ്ട്, നല്ലോണം പാടുന്നുണ്ട്, നല്ല ശാരീരശുദ്ധിയുണ്ട്, ഗാനപ്രവീണിക്ക് കൊണ്ട് ചേർക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതേ കവിഞ്ഞ് ഒരു ഉപദേശം എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ വേറെ ഇല്ല. അങ്ങനെ BSc കഴിഞ്ഞ ഉടനെ എന്നെ 3 വർഷത്തെ കോഴ്സിന് ചേർത്തു. 4 വർഷം ഇളവ് ചെയ്തു തന്നു സാറ് തന്നെ പഠിപ്പിച്ചു. അതിനുശേഷം GN ബാലസുബ്രഹ്മണ്യം പഠിപ്പിച്ചു. അങ്ങനെയാണ് എൻ്റെ തലയിലെ വര മാറിയത്. അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞതും കോളേജിൽ ചേരാനും കഴിഞ്ഞു അല്ലേ? അത് കഴിഞ്ഞ് 3 മാസം ഇവിടെ ഗാനപ്രവീണ കഴിഞ്ഞ് 3 മാസം ഇവിടെ ആകാശവാണിയിൽ ജോലി ചെയ്തു. അന്ന് N. ഗോപാലുള്ള സാറായിരുന്നു എന്നെ പരീക്ഷിച്ചതൊക്കെ ഇവിടെ. അദ്ദേഹം ഒരു വലിയ എഴുതിയ ഒരു പേപ്പർ ഇങ്ങോട്ട് എടുത്തു തന്നു. ഇതൊന്ന് വായിച്ച് കേൾപ്പിക്കാന്ന് പറഞ്ഞു. അനൗൺസർ പോസ്റ്റല്ലേ, നിപാത കവച കാലകേയ വധം ഒക്കെ ഉണ്ടത്, ഘടോത്കജൻ, ഓഡിഷൻ, അതൊക്കെ വരുന്ന കഠിനമായിട്ടുള്ള വാക്കുകൾ ഉള്ള ഒരു കടലാസ് കഷ്ണം എടുത്തു തന്നു. എന്നെ വായിപ്പിച്ചു. ഊത്താണ്ട് എന്ന് പറഞ്ഞ്, ഞാൻ ഊത്താണ്ടല്ല ഊത്താങ് എന്നാണ് പറയേണ്ടത്, പ്രൊനൗൺസ് ചെയ്യേണ്ടത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ്. അദ്ദേഹവും ശക്തിയിരുന്ന സാറും അവരാണ് എന്നെ എടുത്ത്. എനിക്കിവിടെ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. എന്തായാലും തുടർന്ന് ഇവിടെ തുടരാൻ കഴിഞ്ഞില്ല. എനിക്ക് വലിയ വിഷമമായിരുന്നു. കാരണം എൻ്റെ പ്രായം അത്. ഇവിടെ വരുന്നത് പ്രേം നസീർ, ഷീല, അതുപോലെ തന്നെ എല്ലാവരും ഈ ഫിലിം ആക്ട്രസ്സുകളും ആക്ടേഴ്സും ഒക്കെ വരും. അപ്പോൾ അവരെ കാണാനൊക്കെ ഉള്ളൊരു അവസരം ആകാശവാണി, തിരുവനന്തപുരം, കോഴിക്കോട്, അന്ന് അങ്ങനെയാണല്ലോ, അതൊക്കെ അനൗൺസ് ചെയ്യാം. അപ്പോൾ ഒരു ഗമ ഉണ്ടായിരുന്നു. അതെല്ലാം കളഞ്ഞ് ഞാൻ എന്നിട്ട് ഇവിടെ പാത്തും പതുങ്ങിയിരുന്നു. അന്നത്തെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ്, അദ്ദേഹത്തെ പേടിയായിരുന്നു എല്ലാവർക്കും. അപ്പം ഈ ഇൻ്റർവ്യൂവിൻ്റെ ദിവസം ഞാൻ എന്ത് ചെയ്തു, അച്ഛനറിയാം ഇൻ്റർവ്യൂ ഇന്ന ദിവസമാണ് PSCയിൽ. ഇൻ്റർവ്യൂവിൻ്റെ അന്ന് ഞാൻ ആരും അറിയാതെ, അന്ന് എനിക്ക് ഡ്യൂട്ടി ഇല്ല ഇവിടെ, ഞാൻ ഇവിടെ വന്നൊരു കൺസോളിൽ ഒളിച്ചിരുന്നു. അപ്പം അച്ഛൻ നോക്കിയപ്പോൾ കാണാനില്ല. അച്ഛന് അറിയാം എനിക്കിഷ്ടമല്ലാതാണ് എന്നെ കൊണ്ടുപോകുന്നതെന്ന് PSC ഇൻ്റർവ്യൂവിന്. അച്ഛൻ ഇവിടെ വന്ന് അദ്ദേഹത്തോട് പറഞ്ഞ്, മകളെ അവിടെ കാണാനില്ല, അവൾക്ക് കോളേജിൽ ചേർക്കണമെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം, അവളെ ഇവിടെ വന്ന് കാണും. അദ്ദേഹം ഒരു പ്യൂണിനെ അയച്ചു. എല്ലായിടത്തും മുക്കും മൂലം അന്വേഷിച്ച് ചെന്നപ്പോൾ ഒരു പഴയ സ്റ്റുഡിയോയിൽ ഒരു കൊച്ചു കൺസോളുണ്ട്, അവിടെ ഒളിച്ചിരിക്കുകയാണ് ഞാൻ. എന്നെ പിടിച്ചോണ്ട് പോയി എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു അദ്ദേഹം. കുട്ടി കോളേജിൽ കിട്ടുകയാണെങ്കിൽ അതിൽ പരം വേറെ എന്ത് വേണം. അന്ന് എനിക്ക് ഇവിടെ 248 രൂപയാണ് ശമ്പളം. കോളേജിൽ 245, കുറവാ. അദ്ദേഹം വഴക്ക് പറഞ്ഞ് എന്നെ അച്ഛൻ്റെ കൂടെ ഓടിച്ചു വിട്ടു. അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഏറുമായിട്ട്. നമുക്കിനി അടുത്ത പാട്ടിലേക്ക് പോയാലോ? ആട്ടെ. എനിക്ക് ഗോപികെ നിൻവിരൽ, ജോൺസൺ മാസ്റ്ററുടെ സംഗീതം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ നാച്ചുറലാണ്. വളരെയധികം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ് ജോൺസൺ മാസ്റ്റർ. അത് അദ്ദേഹം ക്ലാസിക്കലായിട്ട് വളരെയധികം പഠിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷേ എന്തോ ഒരു സ്വാഭാവികമായിട്ടുള്ള സംഗീത രീതിയാണ് അദ്ദേഹത്തിൻ്റെ. അതും കാവാലനാരായണ പണിക്കരേട്ടൻ്റെ സാഹിത്യവും കൂടെ ആണെങ്കിൽ പിന്നെ പറയണ്ട. എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം. എസ് ജാനകിയാണ്. എസ് ജാനകിയെ പറ്റി പറയാനുണ്ട്. എസ് ജാനകിയെ പോലെ ഇത്രയും അക്ഷരശുദ്ധിയും ഇത്രയും നന്നായിട്ട് ഉച്ചരിക്കുന്ന ഒരു വ്യക്തി, അതുപോലെ പാട്ട്
ഇത്രയും എക്സ്പ്രഷൻ ജാനകിക്ക് ശേഷം ഒരു ഗായികമാർക്കും ഉണ്ടായിട്ടില്ല. എക്സ്പ്രഷൻ, ആ എക്സ്പ്രഷൻ ഇന്നും നമുക്ക് വാരിക്കോരി തരികയാണ് സന്തോഷം. അത് പറയാതിരിക്കാനൊക്കെ ഇല്ല. എസ് ജാനകിയുടെ ഗാനം വളരെയധികം ആരാധിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നമുക്ക് ആ പാട്ട് കേൾക്കാം. ഗോപികേ നിൻവിരൽ തുമ്പുരും വിതുമ്പി. ഗോപികേ നിൻവിരൽ തുമ്പുരും വിതുമ്പി. വീണയോ ഹൃദയമോ തേനഞ്ചി തേനി. ഒരുപാട് അനശ്വര ലളിതഗാനങ്ങൾ ചെയ്ത വ്യക്തിയാണ് ചേട്ടൻ എം ജി രാധാകൃഷ്ണൻ. ലളിതഗാനം പാടിയിരുന്ന ഒരു വ്യക്തിയെ പിന്നീട് എന്തുകൊണ്ടൊരു പാട്ട് ചോദിച്ചില്ല, പാടിയില്ല? അതിനൊരു കാര്യമുണ്ട്. ഒന്നാമത് അച്ഛൻ ലളിതഗാനത്തോടൊന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനിവിടെ വന്ന കാലത്താണ് ചേർത്തല ആർ ഗോപാലൻ നായർ സാറ് ക്ലാസിക്കൽ പ്രൊഡ്യൂസറായിട്ട് ഇവിടെയുള്ളൂ. സാറ് വാസ്തവത്തിൽ എന്നെ അനൗൺസ് ചെയ്യാൻ സമ്മതിച്ചിട്ടേയില്ല. ഉദയഗീതം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അന്നത്തെ ഉദയഗീതത്തിൻ്റെ വെട്ടത്ത് വരികയില്ല ഇന്നുള്ള ഉദയഗീതം. പറയുന്നത് ക്ഷമിക്കണം. അന്നുള്ളത് ചില ഗീതങ്ങൾ ഇപ്പോഴും ഇട്ടാൽ എവർഗ്രീൻ ഗാനങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. അതായത് എൻ ഗോപാലപിള്ള സാറ് സെലക്ട് ചെയ്ത് തന്നിട്ടുള്ള വലിയ നീളമുള്ള പാട്ടുകൾ ഭാഗവതത്തിൽ നിന്ന് എല്ലാം എടുത്ത് എന്താ പാടിയിരിക്കുന്നത്. അപ്പോൾ ഈ ചേർത്തല ഗോപാലൻ നായർ സാറിന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. ഉദയഗീതം ആരുടെയെങ്കിലുമൊക്കെ പേരിടുമോ. സാവിത്രി സത്യവാൻ, പിന്നെ എസ് പത്മ, കമല കൈലാസനാഥൻ, ഇവരൊക്കെ ആണ് അന്ന് പാറശാല പൊന്നമാൾ ടീച്ചർ, ഇവരൊക്കെയാണ് ഉദയഗീതം. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ പേരും കൂടെ കാണും. എന്നിട്ട് എന്നെ ഡോറിൻ്റെ അവിടെ കൊണ്ടിരുത്തുന്നു. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട്, എന്താ ഈ കുട്ടിയെ ഡോറിൻ്റെ അവിടെ കൊണ്ടിരുത്തും? ഈ കുട്ടി സാമാന്യം നല്ലോണം പാടുമല്ലോ, എന്നിട്ട് ഡോറിൻ്റെ അവിടെ എല്ലാവരെയും അന്ന് ഒറ്റ മൈക്കല്ലേ ഉള്ളൂ, അതിന് ചുറ്റും ഇരുത്തിയിട്ട് ഈ കൊച്ചിനെ മാത്രം എന്താ അതിൻ്റെ ശബ്ദം ഇങ്ങനെ എത്തിക്കുള്ളൂ എന്ന് പറയും. അപ്പോൾ എനിക്ക് നല്ല പവർഫുൾ വോയിസ് ആയിരുന്നു അക്കാലത്ത്. അതാണ് സാറിനെ അതിൻ്റെ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ കൊണ്ടിരുത്തുന്നത്. അപ്പോൾ ഈ സാറ് അനൗൺസ് ഒന്നും ചെയ്യണ്ട, പാടിയാൽ മതി എന്നും പറഞ്ഞ് എന്നെ പിടിച്ചോണ്ട് പോകും. എന്നും റെക്കോർഡിങ് എനിക്ക് വളരെ കുറച്ചാണ് ഞാൻ അനൗൺസ് ചെയ്തിരിക്കുന്നത്. കൂടുതലും പാടിയിരിക്കുന്നത് ഉദയഗീതം, ഗാനകൈരളി, ഇതിലെല്ലാം പിടിച്ചിടും. പിന്നെ ഓപ്പറ എന്ന് പറഞ്ഞൊന്നുണ്ട് അന്ന്, സംഗീത ശില്പം. ഓപ്പറ 13 ഓപ്പറയാണ് അദ്ദേഹം എടുത്തത്. കുചേലോപാഖ്യാനം, അജാമളോപാഖ്യാനം, 4 നളചരിതം. അതിലെല്ലാം ദമയന്തിയായിട്ടോ അല്ലെങ്കിൽ ഈ സ്ത്രീകളുടെ പാർട്ട് വരുമ്പോൾ ഞാനും ഭീമനും അർജുനും ഒക്കെ എൻ്റെ ജ്യേഷ്ഠൻ എം ജി രാധാകൃഷ്ണനുമാണ് പാടി വരാറുള്ളത്. അതൊക്കെ ഒരു കാലമായിരുന്നു. പക്ഷെ അന്നത്തെ കാര്യം പറയാനുണ്ട്, ചേർത്തല ഗോപാലൻ നായർ സാറിന് വാസ്തവത്തിൽ ഒരു ആദരവും കിട്ടിയിട്ടില്ല. എത്ര പാട്ടുകളാണ് മലയാളം ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയ ക്ലാസ്, അറിയിക്കുന്ന ആദരം കിട്ടിയില്ല, ഒരിക്കലും കിട്ടിയിട്ടില്ല, ഒരിക്കലും. അപ്പോൾ അന്നത്തെ കാലം ഒരു കാറോ ഓട്ടോയോ ഒന്നുമില്ല. വാരണാസി മാധവൻ നമ്പൂതിരിയാണ് ചെണ്ട. അതുപോലുള്ള ആളുകൾ, ചേർത്തല കുട്ടപ്പ പണിക്കരാണ് പാട്ടൊക്കെ ശരിയാക്കാൻ ഒന്നുകൂടെയൊക്കെ റിവൈസ് ചെയ്ത് ഞങ്ങളെ പഠിപ്പിക്കാം. ഗോപാലൻ നായർ സാറിൻ്റെ റെക്കോർഡിംഗ് അല്ലേ, ഒരെണ്ണം തന്നെ 25-30 പ്രാവശ്യം ഒരു പാട്ട് തന്നെ എടുക്കുന്നു. ഞങ്ങളൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ പാട്ടുകളൊക്കെ ഇന്നും രത്നങ്ങൾ പോലെ ശോഭിക്കുകയാണ്, യാതൊരു സംശയമില്ല. സാറ് പാട്ട് ഒക്കെ എടുത്തിട്ട് ഞങ്ങളുടെ റെക്കോർഡിങ് തീരാൻ 12 മണിയൊക്കെ ആകും രാത്രി. എൻ്റെ അച്ഛൻ പാവം ഇവിടെ വന്നിരിക്കും എന്നെ കാത്ത്. നടന്ന് വാരണാസി ഈ ചെണ്ടയൊക്കെ തൂക്കി നടന്നാണ് ബസ് കയറാൻ പോകുന്നത്. അപ്പോൾ അവിടെ തൈക്കാട്ട് അക്കാഡമിയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന വീട്ടിലേക്ക് ഞങ്ങളും പോകും. നടന്നാണ് പോകുന്നത്, രാത്രി 12 മണി. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. നമുക്കിനി മറ്റൊരു പാട്ടിലേക്ക് പോയാലോ? എൻ്റെ നാടിനോട് എനിക്ക് വളരെ സ്നേഹമുണ്ട്. ഹരിപ്പാടോ? ഹരിപ്പാട്. ഹരിപ്പാട്ടുകാരനാണ് ശ്രീകുമാരൻ തമ്പിച്ചേട്ട്. അതുപോലെ ദക്ഷിണാമൂർത്തി സ്വാമിയോടും എനിക്ക് ആദരവുണ്ട്. കാരണം അദ്ദേഹം തനി ക്ലാസിക്കൽ. ഇന്നലെ എനിക്കൊരു, അതൊക്കെ വേഗടരാഗത്തിൻ്റെ സത്തായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചേർത്തിരിക്കുന്നത്. ഇന്നലെ നീ ഒരു സുന്ദര രാഗമായി. ഇത് ഇവർ രണ്ടുപേരും ഒരുമിച്ചിട്ടുള്ള ഉത്തരാസ്വയംവരം, ആ പാട്ട് ഡേഞ്ചർ ബിസ്ക്കറ്റ് ശരിക്കും ക്ലാസിക്കൽ സോങ് ആണ്. ഹരപ്രിയയുടെ സത്തായിട്ടുള്ളൊരു പാട്ടാണത്. ഈ കലാകാരന്മാരുടെ എല്ലാം പേരുകളും വരുന്നുണ്ടായില്ല? അതെ. അല്ലെങ്കിലും ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ എഴുതുമ്പം
ഹരിപ്പാട്ടെ ഒരുപാട് ആറാട്ടിനാനകൾ എഴുന്നള്ളി, അതെ, ഹരിപ്പാട്ടെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചേർക്കാറുണ്ട് പാട്ടിൽ. നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം. ഉത്തരാസ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. കാഞ്ചന കസവുള്ള പൂഞ്ചേലയുടുത്തവൾ നെഞ്ചെയ്യും അമ്പുമായി വന്നിരുന്നു. ഉത്തരാസ്വയംവരം കഥകളി കാണുവാൻ. ഒരുപക്ഷെ ഒരുപാട് കുട്ടികളെ സംഗീതം പഠിപ്പിക്കാനും അവരെല്ലാം പിന്നീട് സംഗീത ലോകത്ത് പേരെടുക്കുന്നത് കാണാനും ടീച്ചർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ശിഷ്യകളെയും ശിഷ്യന്മാരെയും കുറിച്ച് ഓർക്കാമോ? കോളേജിലും അതല്ലാതെയും ടീച്ചർ പഠിപ്പിച്ചിട്ടുള്ള വ്യക്തികൾ. എൻ്റെ സമ്പത്തെന്ന് പറയുന്ന പൈസയോ എൻ്റെ പാട്ടോ ഒന്നുമല്ല, എൻ്റെ ശിഷ്യരാണ്. അതിൽ എനിക്ക് അഭിമാനിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ആദ്യത്തെ ശിഷ്യയാണ് KS ചിത്ര. ഒരു കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ വന്ന 10-12 വർഷം എൻ്റെ വീട്ടിലെ അംഗം പോലെ 4 മണിക്ക് വന്നാൽ ചിത്ര പോകുന്നത് 12 മണി. അച്ഛൻ 12 മണിയാവും വരാൻ. അങ്ങ് അകലെയുള്ളൊരു സ്കൂളിലെ ഹെഡ് മാസ്റ്ററായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന് അപ്പോൾ എത്ര മണിക്കൂറാണ് ആ വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് എൻ്റെ മോളുമായിട്ട് ലക്ഷ്മിയുമായിട്ട് കളിച്ച് അങ്ങനെ എത്ര മണിക്കൂർ. അപ്പോൾ ആ ഒരു ആത്മബന്ധം അന്നുമുണ്ട് ചിത്രയ്ക്ക്, ഇന്നുമുണ്ട്. അത് അങ്ങനെ ഒരു ശിഷ്യ. പിന്നെ B അരുന്ധതി എത്ര പൂക്കാലം പാടിയിരുന്നു. അതെ അതെ, ആ എത്ര പൂക്കാലം ഇത്രയും ശക്തിമത്തായിട്ട് പാടാൻ പല ഗായികമാർക്കും പറ്റുകയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതെ, പറയാനാണെങ്കിൽ ആയിരക്കണക്കിന് ശിഷ്യരുണ്ട്. ഇവിടെ ഓൾ ഇന്ത്യ റേഡിയോ വർക്ക് ചെയ്തിരുന്ന രഞ്ജിനി വർമ്മ എൻ്റെ കൂടെ 30 വർഷം, 30-ലേറെ വർഷമായിട്ട് വോക്കൽ സപ്പോർട്ടാണ്. KR ശ്യാമ കോളേജിലുള്ള പ്രൊഫസർ. അങ്ങനെ എത്ര പേര് പറയാനാണെങ്കിൽ വളരെയധികം പേരുണ്ട്. പക്ഷേ എല്ലാവരെയും ഒന്നും പറയാനൊക്കെയില്ല. പിന്നെ ഈ തലമുറയിൽ എൻ്റെ കൊച്ചുമകൻ KS ഹരിശങ്കർ എൻ്റെ ശിഷ്യനാണ്. അപ്പോൾ ധാരാളം പേരുണ്ട്. ഈ ശിഷ്യരുടെ നിർബന്ധമാണോ ഈ സംഗീത ഭാരതി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം തുടങ്ങാൻ കാരണം? സംഗീത ഭാരതി ഒരിക്കൽ എന്നെ ചിറ്റൂർ കോളേജിലേക്ക് മാറ്റി. പാലക്കാട് ചിറ്റൂർ കോളേജ്. അവിടെ മ്യൂസിക് ഉണ്ടല്ലോ. അപ്പോൾ അവിടെ എനിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു അവധിയെടുക്കാൻ പറഞ്ഞു. ഞാൻ 2 വർഷം അവധിയെടുത്ത് വീട്ടിലിരുന്നപ്പോഴാണ് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അച്ഛൻ്റെ പേരിലൊരു സ്ഥാപനം തുടങ്ങണം, മലബാർ ഗോപാലൻ നായർ റിസർച്ച് സെൻറ്റർ ഫോർ മ്യൂസിക്കാണ്. അതാണ് സംഗീത ഭാരതി എന്നുള്ള പേരിട്ട്. എൻ്റെ ഹസ്ബൻഡാണ് പേരിട്ട്, ഗോപിനാഥൻ നായർ ആണ്. ഞാൻ നല്ലൊരു പേരിടാൻ വളരെ മിടുക്കനാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു സംഗീത ഭാരതി എന്ന് ഇട്ടാൽ മതി എന്ന് പറഞ്ഞ് സംഗീത ഭാരതി എന്ന് പേരിട്ടു. അപ്പോൾ അങ്ങനെ തുടങ്ങാൻ കാരണം അന്ന് ശാരദ എന്ന് പറഞ്ഞ് മിട്ടുമിട്ടുക്കിയായിട്ടുള്ളൊരു ശിഷ്യ എനിക്കുണ്ടായിരുന്നു. തമിഴ്നാട്ടിലുള്ള കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു ടീച്ചറിനൊരു സ്ഥാപനം തുടങ്ങിക്കൂടെ? ഞാൻ പറഞ്ഞു എനിക്ക് സ്ഥാപനമൊന്നും, എനിക്ക് കോളേജിൽ വർക്ക് ചെയ്യാമെന്നുള്ളതല്ലാതെ വേറൊന്നും പറഞ്ഞു. അതിൻ്റെ എല്ലാം ഞാൻ പറഞ്ഞു തരാം. ഞാനൊരു സ്ഥാപനത്തിലിരുന്നതാണ് മദ്രാസിൽ, ബൃഹദ്ദേശി എന്ന് പറഞ്ഞൊരു ഇതിലിരുന്നതാണ്. ഞാൻ വേണ്ട കാര്യങ്ങളൊക്കെ പറയാവുന്ന. അപ്പം ഞങ്ങൾ 2 പേരും കൂടി ഇരുന്ന് എല്ലാം അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ കുറേയുണ്ട്. ഏകദേശം എല്ലാം ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞു. സംഗീത ഭാരതി 28 വർഷമായി. അങ്ങനെയാണ് സംഗീത ഭാരതി ഉടലെടുക്കുന്നത്. നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോയാലോ? ദേവരാജൻ മാസ്റ്റർ വയലാർ എന്ന് പറയുന്ന ഒരു കൂട്ടുകെട്ടുണ്ടല്ലോ, അതുപോലെ ചുരുക്കം ചില കൂട്ടുകെട്ടേ വന്നിട്ടുള്ളൂ. എന്നാലും അത്രയും മാഹാത്മ്യമേറിയൊരു ഇതുണ്ടായിട്ടില്ല, കൂട്ടുകെട്ട് ഉണ്ടായിട്ടില്ല. ഉജ്ജയിനിയിലെ ഗായിക നമ്മൾ പീലീലയല്ലേ, അവരൊരു കാലത്ത് എങ്ങനെയായിരുന്നു, അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പീലീല. പിന്നെ പീലീലയുടെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ മിക്കവാറും പേര് ഈ ഫാൾസ് വോയിസ് മോഡിഫൈ ചെയ്താണ് ഇത് പാടുന്നത്. അല്ലാതെ പാടാനൊക്കെ ഇല്ല. കള്ളത്തൊണ്ടാന്ന് പറയും. പക്ഷെ കള്ളത്തൊണ്ടയാണെങ്കിലും മാധുര്യമായിട്ടുള്ള തൊണ്ടയാക്കാൻ എല്ലാവരും പഠിച്ചു കഴിഞ്ഞു. ഒരു 5 കട്ടയിൽ കൂടുതൽ ഒറിജിനൽ വോയിസിൽ അതിൽ കൂടുതൽ കട്ടയിൽ പാടാനൊക്കില്ല എന്നുള്ളൊരു സത്യം തന്നെയാണ്. പിന്നെ എങ്ങനെ ഇവരൊക്കെ 12 കട്ടയ്ക്കും 10 കട്ടയ്ക്കും 8 കട്ടയ്ക്കും ഒക്കെ അത് പിന്നെ ശബ്ദം മോഡിഫൈ ചെയ്ത് സുന്ദരമാക്കി എടുത്താണ്. ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഇവർ S ജാനകിക്ക് ഒറിജിനൽ വോയിസ് 3 ആയിരുന്നു. പക്ഷെ അവർ എത്ര കട്ടയ്ക്കാണ് പാടിയിരിക്കുന്നത്? 12 15 എത്ര പോകാമോ അത്രയും. ആ മൗനമയൊക്കെ പാടിയിരിക്കുന്നത് ഏത് ശ്രുതിക്കാണ്. നാച്ചുറലായിട്ട് ശബ്ദം നാച്ചുറൽ ഒറിജിനൽ വോയിസായിട്ട് പാടിയിരുന്ന ഒരു ഗായിക
സിനിമാ മേഖലയിൽ ആരാണ് എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ പി ലീലയാണ്. ആദ്യകാല മലയാളി ഗായികയുമാണ്. ക്ലാസിക്കലും പാടിയിരുന്നു അവര്. അതെ, പ്രത്യേകിച്ച് ഈ പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയൊക്കെ ഗുരുവായൂർ പോയാൽ എന്നും അലയടിക്കല്ലേ. പി ലീലയുടെ ശബ്ദത്തിലാണ് കേൾക്കുന്നത്. ദാസേട്ടൻ്റെയും ഒക്കെ ശബ്ദം. നമുക്ക് പി ലീലയുടെ ആ ഗാനം കേൾക്കാം. ഉജ്ജയിനിയിലെ ഗായിക ഉർവശിയെന്നൊരു മാളവിക ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. ഉജ്ജയിനിയിലെ ഗായിക ഉർവശിയെന്നൊരു മാളവിക ശില്പികൾ തീർത്ത. എങ്ങനെയാണ് സംഗീത രംഗത്ത് ഗവേഷണം ചെയ്യണം അങ്ങനെ ഒരു തോന്നലുണ്ടായത്? അതും കഥകളി സംഗീതത്തിന്റെ കേരളത്തിലെ ഉത്ഭവവും അതിന്റെ വികാസവും എല്ലാം അങ്ങനെ ഒരു ആശയം വന്നത്? കാരണമുണ്ട്. എൻ്റെ അച്ഛന് കഥകളി വളരെ ഇഷ്ടമായിരുന്നു. എൻ്റെ ഭർത്താവിനും കഥകളി എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു. അപ്പോൾ കഥകളി പാട്ടുകൾ പാടാൻ ഒരു കാരണമുണ്ട്. എനിക്ക് ഒരു 17 വയസ്സൊക്കെ ഉള്ളപ്പം എനിക്കും ചേർത്തല ഗോപാലൻ നായർ സാറിൻ്റെ ഭാര്യ ലളിത ഗോപാലൻ നായർക്കും ഒരു സ്കോളർഷിപ്പ് കിട്ടി സംഗീത നാടക അക്കാദമിയുടെ തൃശ്ശൂർ. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ചാൽ ആ പാട്ടുകൾ നല്ല നല്ല പാട്ടുകൾ എടുത്തിട്ട് അതിൻ്റെ അപസ്വരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നന്നായിട്ട് പാടുക, കുറേ കഥകളി പദങ്ങൾ. അപ്പോൾ അങ്ങനെ പഠിക്കാനിടയായി. ഞങ്ങളുടെ ട്യൂട്ടറായിട്ട് വന്നത് ചേർത്തല കുട്ടപ്പ പണിക്കരാണ്. അപ്പോൾ അങ്ങനെ പാടിയപ്പം എനിക്ക് തോന്നി കഥകളിയിൽ വളരെ 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 കാര്യങ്ങളുണ്ടല്ലോ. കഥകളിയിൽ ഒരു 10 രാഗങ്ങളോളം കേരളീയ രാഗങ്ങളാണ്. പാടി, ഇന്തളം, പുറനിര എന്നൊക്കെ പറഞ്ഞ്. അത് കർണാറ്റിക് മ്യൂസിക്കിൽ ഇല്ല അങ്ങനത്തെ. പാടിയുണ്ട്, പക്ഷേ ആ പാടി വേറെ രാഗത്തിൻ്റെ ജന്യമാണ്. ഇതിലെ പാടി എൻറ്റയർലി ഡിഫറൻ്റാണ്. അങ്ങനെയാണ് ഞാൻ കഥകളി സംഗീതം എടുക്കാം എന്ന് വിചാരിച്ചത്. ശരി. ഈ ചലച്ചിത്ര ഗാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതിൽ എന്താ പറയുന്നത്, ഏതാണ് രാഗം അങ്ങനെ ചിന്തിക്കാറുണ്ടോ? അതുപോലെ കഥകളി സംഗീതത്തോട് അടുത്ത് നിൽക്കുന്ന ചില ചലച്ചിത്ര ഗാനങ്ങൾ വന്നിട്ടുണ്ടല്ലോ, ഓർമ്മയിലുണ്ടോ? അങ്ങനെ പോലെ കഥകളി സംഗീത പോലെയുള്ള ചില ചലച്ചിത്ര ഗാനങ്ങൾ ഉണ്ട്. കറുകറ കാർമുകിൽ എന്ന് പറഞ്ഞ ചേട്ടൻ ചെയ്തിട്ടുള്ളത് അത് ശരിക്കും കേരളീയ രാഗമാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വന്നിട്ടുണ്ട്. ഇപ്പം കാമിനി രൂപിണി എന്ന് പറഞ്ഞ ഹരിശങ്കർ ഒരു 4 വരി പാടിയിട്ടില്ലേ, അത് കഥകളിയുടെ ആ രാഗം മാറ്റിയിട്ടാണ് പാടുന്നതെങ്കിലും കഥകളിയുടെ ഒരു സ്റ്റൈലാണത്. അങ്ങനെ പലതും വന്നിട്ടുണ്ട്. ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കാറുണ്ടോ ഇത് ഏത് രാഗമാണ്, അതല്ലെങ്കിൽ ഏതിന്റെ ഛായയാണോ? ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കി വരും. അതല്ലേ എൻ്റെ കൈമുതലായിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ലളിതഗാനമാണെങ്കിലും കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരും അല്ലേ? പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പം ലളിതഗാനമായാലും സിനിമാ ഗാനമായാലും ഒരു സങ്കീർണത ഉൾക്കൊള്ളുന്ന ഗാനങ്ങൾ വളരെയേറെയാണ്. അത് ഇന്ന രാഗം എന്ന് പറയാനൊക്കില്ല. ഈ ഒരു സ്വരം വെച്ച് ഇപ്പം കശീനി നിഷാദം നമ്മൾ അത് ഇന്ന രാഗമാണ് എന്ന് വിചാരിക്കുന്ന ഉടനെ കാകിലി നിഷാദം മാറ്റിക്കളയും. അങ്ങനെ ഉള്ള ഒരു പ്രവണത ഇതിലുണ്ട്. പിന്നെ വാലും തുമ്പും ഇല്ലാത്ത പല പാട്ടുകളും ഇല്ലേ, സത്യത്തിലില്ലേ? അതെ, ഇന്ന രാഗമെന്നൊന്നും പറയാനൊക്കില്ല. നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോകാം. അടുത്തത് എൻ്റെ ശിഷ്യ എനിക്ക് കിട്ടിയ ഒരു ഗാനമാണ്. ഒരു ലോകപ്രശസ്തി ആർജിച്ച വാനമ്പാടിയായ ശിഷ്യയെ എനിക്ക് ലഭിച്ച ഒരു ഗാനം. ആ ഗാനമാണ് ആ കുട്ടിയുടെ ഞാൻ ആദ്യമായിട്ട് കേട്ടത്. ചിത്രയെ കുറിച്ചാണ് പറയുന്നത്? അതെ, ചിത്രയുടെ വീട് ഇവിടെ കരമനയാണല്ലോ. അപ്പോൾ കൃഷ്ണനാരിയേട്ടൻ ചിത്രയുടെ അച്ഛൻ നന്നായിട്ട് പാടും. അദ്ദേഹത്തിൻ്റെ വീടിന് അടുത്തുള്ള ഒരു അമ്പലത്തിൽ ഒരു കാലത്ത് ഞാനും MG രാധാകൃഷ്ണൻ ചേട്ടനും കൂടെ ഒരുമിച്ച് പാടുമായിരുന്നു. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം അദ്ദേഹം ഒട്ടും പ്രെഡിക്റ്റബിൾ അല്ല. അവിടെ കയറി ഇരുന്നുകൊണ്ട് കാപ്പി നാരായണിയൊക്കെ രാഗം പാടിയിട്ട് നീയും പാട് എന്ന് പറയും. എനിക്കാണെങ്കിൽ അത് അറിഞ്ഞുകൂടായിരിക്കും. അതാണ് ഞാൻ പ്രെഡിക്റ്റബിൾ അല്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പാടിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ ദുബായിൽ, ദോഹയിൽ, ഷാർജയിൽ ഒക്കെ പാടിയിട്ടുണ്ട്, ഇവിടെയും പാടിയിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണനാരിയേട്ടൻ്റെ വീട്ടിനടുത്തുള്ളൊരു അമ്പലത്തിൽ ഞങ്ങൾ പാടാനായിട്ട് ചെന്നപ്പം പാട്ട് പാടുന്നതിന് മുമ്പ് നമ്മൾ ചെല്ലുമല്ലോ. അപ്പോൾ ഇരുന്നത് കൃഷ്ണനാരിയേട്ടൻ്റെ വീട്ടിലാണ്. അപ്പോൾ ചേട്ടനറിയാം കൃഷ്ണനാരിയേട്ടനെ, അന്ന് പരിചയപ്പെട്ടു. അപ്പോൾ ഈ ചിത്രം ഒരു വെള്ള ഫ്രോക്കൊക്കെ ഇട്ട് അവിടെയൊക്കെ നടക്കുന്നുണ്ട്, ഒരു 4 വയസ്സൊക്കെ കാണും. അപ്പോൾ കൃഷ്ണനാരിയേട്ടൻ പറഞ്ഞു, പിന്നെ ഇത് എൻ്റെ മോള് ആണ്, അവൾ ജ്ഞാനം ഉണ്ടെന്നാണ് തോന്നുന്നത്,
ഓമനക്കുട്ടി ഒന്ന് നോക്കണം, ഓമനക്കുട്ടിയെ എടുത്ത് പഠിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ വിളിച്ച ഉടനെ എൻ്റെ മടി കയറിയിരുന്നു. ചോദിച്ച ഉടനെ സൂര്യകാന്തിയാണ്. അയ്യോ, എനിക്കത് ഇപ്പോഴും എൻ്റെ ചെവിയിൽ നിൽക്കുന്നു. ഏത് പാട്ടും നമ്മുടെ ചെവിയിലോ ഹൃദയത്തിലോ നിൽക്കണമെങ്കിൽ അത് അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരിക്കണം. പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഗാനമേ നമ്മുടെ മനസ്സിൽ നിൽക്കുകയുള്ളൂ. ലോകമുള്ളിടത്തോളം കാലം അത് നിൽക്കും. ആ ഒരു ഗാനം പാടിയ ചിത്ര ഇന്ന് ഏതുയരത്തിൽ പോയിരിക്കുന്നു, പറയാതിരിക്കാനൊക്കില്ല. സൂര്യകാന്തിയാണ് പാടിയത്. കാട്ടുതുളസി എന്ന ചിത്രത്തിലെ അതെ, എസ് ജാനകി പാടിയ ആ ഗാനത്തിലേക്ക് പോകാം. വയലാർ എം എസ് ബാബുരാജ് ടീമിൻ്റെയാണ് ആ പാട്ട്. അതെ. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ പ്രേമ പൂജ പുഷ്പവുമായി നീ തേടുവതാരേ ആരേ തേടുവതാരേ ആരേ. എങ്ങനെയാണ് പുതിയ തലമുറയുടെ പാട്ടുകളെ കാണുന്നത് ടീച്ചർ? പുതിയ തലമുറയിൽ നല്ല പാട്ടുകളുണ്ട്, ഇല്ലെന്ന് പറയാനൊക്കെ ഇല്ല. പക്ഷെ മിക്കവാറും എണ്ണം വാലും തുമ്പും ഇല്ലാത്ത പാട്ടുകളാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനുള്ള കാര്യം പറയുകയാണ്. അത് ഒരു രൂപം, ഏത് സംഗീതത്തിനും രാഗത്തിനായാലും പാട്ടിനായാലും ഒരു രൂപം വേണം. ആ രൂപമില്ലാത്ത പാട്ടുകളും നിരവധിയുണ്ട്. പക്ഷേ ഇടയ്ക്ക് മിന്നൽ പോലെ നല്ല പാട്ടുകളും വരുന്നുണ്ട്. എങ്ങനെയാണ് കൊച്ചുമകൻ്റെ പാട്ടിനെ കാണുന്നത്? കൊച്ചുമകൻ്റെ പാട്ടിനെ ഞാൻ പറയുന്നത് ശരിയാണോ? കെ എസ് ഹരിശങ്കർ. അവന് കൊച്ചുനാളിൽ മുതൽ ജ്ഞാനമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം വർത്തമാനം പറയുന്നതിന് മുൻപ് ഞാൻ കാറിൽ കയറ്റി ഓരോ അമ്പലങ്ങളിൽ കൊണ്ടുപോകുമായിരുന്നു. അപ്പം ഞങ്ങളുടെ കാറിൽ കൂടിയുള്ള യാത്രയിൽ ഞാൻ ചുമ്മാ പാടിക്കൊടുക്കുമ്പോൾ അയാൾക്ക് അക്ഷരം വരത്തില്ലല്ലോ, പക്ഷെ അതേ പിച്ചി പാടുമായിരുന്നു. ആ പിച്ച് മെയിൻറ്റെയിൻ ചെയ്യുക. ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇവന് ജ്ഞാനം ഉണ്ടല്ലോ എന്ന്. അങ്ങനെയാണ് ഈ രാഗരത്നം പരിപാടി വന്നപ്പോഴാണ് ആദ്യമായിട്ട് പഠിക്കുന്നത്. ഒരു 2 വർഷം അതികഠിനമായിട്ടുള്ള ഒരു ട്രെയിനിങ് ആയിരുന്നു. അതികഠിനം, ഒരാൾക്ക് താങ്ങാൻ പറ്റാത്ത പോലെ. കാരണം അതിൻ്റെ ഒരു ഉദാഹരണം പറയാം. ഈ മനോധർമ്മസ്വരം പാടിത്തുടങ്ങി. അപ്പോഴേ മനോധർമ്മസ്വരം എന്ന് പറയുന്നത് എക്സ്റ്റംപറൈസേഷൻ, തന്നെത്താനെ പാടുന്ന, കാണാതെ പഠിച്ച് പാടുന്നതല്ല. അപ്പം ഞാൻ ഏതെങ്കിലും ഒരെണ്ണം തുടങ്ങി വിടുമ്പം ഞാൻ പറയും, ഞാൻ പോയി കുളിച്ചിട്ട് വരുന്നിടം വരെ ഇത് എടുക്കാതെ സ്വരം തന്നെ പാടിക്കൊണ്ടിരിക്കണം എന്ന് പറയും. അപ്പോൾ ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞേ വരൂ, ഈ സ്വരം തന്നെ ഇങ്ങനെ പാടിക്കണം. സ്വരം റിപ്പിറ്റേഷൻ വരാതെ പാടണം എന്ന് പറയും. അപ്പോൾ റിപ്പിറ്റേഷൻ വരാതെ ആ സ്വരം ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. ഇങ്ങനത്തെ ഒരു ടെസ്റ്റ് കൊടുത്തിരുന്നു. പിന്നെ രാഗം, വളരെ അലൈഡ് രാഗം ഉണ്ടല്ലോ, അതായത് സാമ്യമുള്ള രാഗം, അതിങ്ങനെ ഓരോ വരി ഓരോ രാഗമായിട്ട് പാടാൻ പറയും. ഇപ്പം ആരഭി, ദേവഗാന്ധാരി, നായകി, ദർബാർ, അങ്ങനെയുള്ള രാഗങ്ങൾ. അത് ഭയങ്കര സാമ്യമുള്ള രാഗങ്ങളാണ്. ചെറിയ വ്യത്യാസമേ ആ വ്യത്യാസം കാണിച്ചു പാടിയെങ്കിലേ ആ രാഗമാവുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള കഠിനമായിട്ടുള്ള പരിശീലനമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു 15 വയസ്സായപ്പോഴത്തേക്ക് കച്ചേരി ഒക്കെ, 15 ഒരു 12 വയസ്സായപ്പോൾ TVG വായിച്ചിട്ടുണ്ട്, പത്രി സതീഷ് വായിച്ചിട്ടുണ്ട്. ഈ പ്രായത്തിലാണ് വായിച്ചിരിക്കുന്നത്. പിന്നെ സിനിമയിലേക്ക് പോയപ്പോൾ അത്രയധികം ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നെനിക്ക് സംശയമാണ്. കൊച്ചുമാൻ്റെ ഒരു പാട്ട് കേൾക്കാൻ പറഞ്ഞ ഏതാണ് കേൾക്കുക? സംശയമില്ല, ജീവാംശമായി, തീവണ്ടി എന്ന ചിത്രത്തിലല്ലേ. കാരണം അത് ഒരു വഴിത്തിരിവായിരുന്നു അവൻ്റെ ജീവിതത്തിലും. പാട്ടുകളുടെ കണക്കുകൾ എടുക്കുകയാണെങ്കിലും ഒരു ക്ലാസിക്കൽ ടച്ചുള്ള തിരിച്ചു വരുന്ന ഒരു വരവ് ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല കൂടെ പാടിയതും കൂടെ പാടിയത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ശംഖുവിന് ഇത്രയും പേരുണ്ടായത് ശ്രേയാ ഘോഷാൽ. നല്ലൊരു ഗാനമായിരുന്നു. നമുക്ക് ആ ഗാനം കേൾക്കാം. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു, ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞായി തോരാതെ പെയ്തു നീയേ, പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു. ഇനിയുള്ള സംഗീത സ്വപ്നങ്ങളെ കുറിച്ച് പറയാമോ ടീച്ചർ? ഇനി എന്താണ് സായാഹ്ന വേളയായി കഴിഞ്ഞു.
ഇനിയും അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, അങ്ങോട്ട് പോകാനുള്ള ഒരാഗ്രഹം അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറയാം, പരിശുദ്ധമായിട്ടുള്ള പാട്ടുകൾ, പരിശുദ്ധമായ ക്ലാസിക്കൽ, അതിനെ സംരക്ഷിക്കണം നമ്മുടെ അടുത്ത തലമുറ. ഇപ്പോൾ അതല്ല, കയ്യടി കിട്ടാനും പിന്നെ ഭയങ്കര മൃഗയോ ഒന്നുമല്ല സംഗീതം എന്ന് പറയുന്നത്. സംഗീതത്തിൻ്റെ ആ കാതലായിട്ടുള്ള അംശങ്ങൾ സൂക്ഷിച്ച് പഴയ ആളുകൾ നമുക്ക് കൈമാറിയ മുതൽ അത് സ്വർണം പോലെ സൂക്ഷിക്കുക. അത് നമ്മുടെ അടുത്ത തലമുറ അത് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. ഇപ്പം അത് വഴി മാറിപ്പോകുന്നു എന്നൊരു സംശയവുമുണ്ട്. ഒരുപാട് അംഗീകാരങ്ങൾ താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട്, പ്രത്യേകിച്ച് സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പ് അടക്കം, അതുപോലെ സ്വാതി പുരസ്കാരം. എങ്ങനെയാണ് അംഗീകാരങ്ങളെ നോക്കിക്കാണുന്നത്? അംഗീകാരങ്ങൾ 10-100 കിട്ടിയിട്ടുണ്ട്, അത് സത്യമാണ്. പക്ഷേ അംഗീകാരം അല്ല, ഈ അവാർഡെന്ന് പറയുന്നത് ശരിക്ക് ഒരു മനുഷ്യൻ്റെ കഴിവിനെ അളക്കുന്ന ഒന്നാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എത്രയോ പേർക്ക് അർഹതയില്ലാതെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അർഹതയോടുകൂടി അവാർഡ് കിട്ടുകയാണെങ്കിൽ അതൊരു മഹാത്മ്യമേറിയത് തന്നെയാണ്. എന്തായാലും ആകാശവാണിയുടെ സ്റ്റുഡിയോയിൽ വന്ന് ഇത്രയും സമയം ചെലവഴിച്ചതിനും ഇഷ്ടഗാനങ്ങൾ പങ്കുവച്ചതിനും പ്രത്യേകം നന്ദി പറയുന്നു. എന്നെ വിളിച്ചതിന് ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുതന്നെയല്ല, നമ്മൾ യാതൊരു റിഹേഴ്സലും ചെയ്തില്ല അല്ലേ, ഓൺ ദ സ്പോട്ട് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിന് നന്ദി, പ്രത്യേകം നന്ദി. സംഗീതജ്ഞയും സംഗീത അധ്യാപികയുമായ ഡോക്ടർ കെ ഓമനക്കുട്ടി അതിഥിയായി പങ്കെടുത്ത ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ നിർവഹണം MV ശശികുമാർ, നിർവഹണ സഹായം വിഷ്ണു മോഹൻ വെള്ളനാട്.